ബൈനോക്കുലർ ടോക്സിൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കെല്ലാം നമ്മുടെ കൂട്ടുകാർക്കെല്ലാം ഒത്തന്നെ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്ന പ്ലാച്ചേരി സ്ഥലത്താണ്, അതായത് നമ്മുടെ ശബരിമല പോകുന്ന റൂട്ടിൽ. ഇവിടെ ഒരു പഞ്ചതീർത്ഥ പരാശക്തി അങ്ങനൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു കേട്ടായിരുന്നു, പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കാണാൻ പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനാണ് കേട്ടോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അവിടെ വേറെ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ റോഡ് കുറേ ഭാഗമെല്ലാം തേക്കിൻ്റെ പ്ലാന്റേഷനൊക്കെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ അങ്ങോട്ട് ഒരു മൂക്കട എന്ന് പറഞ്ഞ സ്ഥലത്തിലും നമ്മളൊരു കുറച്ച് ദൂരം യാത്ര മതി. അതെ, ഇതാണ് മുക്കട എന്ന സ്ഥലം. ഇവിടെ നിന്ന് നമ്മളൊരു ചെറുതായിട്ട് ഇടത്തിരിഞ്ഞ് പോകും. ആ വഴി മറ്റേ നമുക്ക് എരുമേലിലൊക്കെ പോകുന്ന വഴി കേട്ടോ. അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്ത് കുറച്ചും കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം മറ്റേ എസ്റ്റേറ്റ് മേഖലകളാണ് കേട്ടോ. നമ്മുടെ KPO എന്നാൻ്റെ എസ്റ്റേറ്റിൻ്റെ പേര് പറഞ്ഞു, അവരുടെയും പോപ്സൻ്റെയും അങ്ങനെയൊക്കെ സ്ഥലങ്ങളാണ്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ഇതെന്നാ സംഭവം നമുക്കറിയത്തില്ല. വഴി ഇച്ചിരി മോശം വഴിയാട്ടോ. എന്നാൽ കുറച്ച് ഭാഗമൊക്കെ നല്ലതുമാണ്. കുടുകുടേ ഓടി ചെല്ലുമ്പം പിന്നെ നല്ല റൺവേയിൽ ഇറങ്ങിയാൽ പോകും. മിറ്റിലിളകി കിടക്കുന്നുണ്ട്, അതായത് പ്രശ്നം. നമ്മൾ അറിയാതൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ ഏത് തലകുത്തി വീഴും. ഇത് പൂവൻപാറ എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. അത് മറ്റേ എന്താ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പേര് മറന്നുപോയല്ലോ. എസ്റ്റേറ്റിനകത്തൊരു ചെറിയ ശിവക്ഷേത്രമാണ്. അങ്ങോട്ട് പോയില്ല. നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ ഫ്രണ്ടിൽ കിടക്കുന്നതുകൊണ്ട് അല്ലെ അത് ഫ്രണ്ടിലോട്ട് കാണിക്കുന്നുണ്ട് പോയി. പിന്നെ ഇങ്ങനത്തെ അതിഥികളുണ്ട് കേട്ടോ വഴിയിൽ. അവരെ സൂക്ഷിച്ചു, അവരെ കെട്ടും പാണ്ടൊന്നും ഇല്ലാതെ വിട്ടേക്കണേ. ഇതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന സ്ഥലം. ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടിയാണ് നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലോട്ട് പോകുന്നതിന് വഴിയൊന്നും ചോദിച്ചില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചില്ല. ഇത് പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം. ഇതിന് മറ്റേ ട്രസ്റ്റൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വാതിക്കൽ നമ്മുടെ ഗേറ്റിൽ എഴുതിയിട്ടുണ്ട് ക്ഷേത്രമര്യാദകൾ പാലിച്ച് ഇറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ CCTV നിരീക്ഷണത്തിലെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഇച്ചിരി കൂടെ നടന്നു ചെല്ലുമ്പം കുറച്ചും കൂടെ നാടിറങ്ങി ചെല്ലുമ്പോഴത്തേനും നമ്മളൊരു ചെറിയൊരു അരുവിയുടെ അങ്ങോട്ട് ഇത് കണ്ടല്ലോ, ഈ അരുവിയുടെ അങ്ങോട്ടായിരുന്നേ. അതിൻ്റെ അപ്പുറത്തൊരു ദേവസ്ഥാനം എന്നൊക്കെ, കാനന ദേവസ്ഥാനം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ബാരിക്കേഡൊക്കെ നിർമ്മിച്ച് ചെറിയ നടപ്പാത നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിൽ കൂടെ പോകുള്ളൂ. ഇത് ക്ഷേത്രത്തിലോട്ട് ഇറങ്ങാനും അത് ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഇപ്പം നമ്മൾ കണ്ട ഒരു കാനന ഗണപതി, ഒരു ശാസ്താവിനെയൊക്കെ പ്രതിഷ്ഠിക്കുന്ന ആ ദേവസ്ഥാനം കാണാനുള്ള വഴികളാണ്. വെള്ളം അതിന് ചെറിയൊരു ഭംഗിക്കുറവ് ഉണ്ട്. അവർ പറഞ്ഞു വെള്ളം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു 3% വെള്ളം, അതായത് പൂർണ്ണമായിട്ടും മഴ പെയ്ത പോലത്തില്ല, ഒരു കുറച്ച് കൂടുതലുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ പാറകിടക്ക് തട്ടിത്തെറിച്ച് നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇറങ്ങുന്നിടത്തെല്ലാം അവർ ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ക്ഷേത്രത്തിൻ്റെ, അതായത് നമ്മളിങ്ങോട്ട് ഇറങ്ങുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ് അപ്പുറത്തെ ക്ഷേത്രം. അവിടെ നിന്നൊന്നും വീഡിയോ പകർത്തരുത്. നമ്മൾ ഈ താഴത്ത് കാണുന്ന വെള്ളം ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ നമുക്ക് കുളിക്കുകയോ ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊന്നും വിഷയമില്ല. ക്ഷേത്രം ഇരിക്കണം ആ ഒരു മരത്തിൻ്റെ ചോട്ടിലാണ്. അതിൽ അവർ പഞ്ചപാണ്ഡവർക്ക് പണ്ട് എന്തോ പറയണത് ദർശനം കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ ദർശനം കിട്ടിയെന്ന് പറഞ്ഞാൽ കൃഷ്ണനെ ആയിരിക്കുമല്ലോ, അങ്ങനെ ഇതാണ്. പിന്നെ ഈ 100 വർഷത്തിന് മേളിൽ ഇതിന് പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. വേറെ പ്രകൃതിയെ വന്ന മാറ്റങ്ങൾ പോലും അവിടെ വന്നിട്ടില്ല. കല്ലൊക്കെ അതുപോലൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു. വേറെ മാറ്റങ്ങളൊന്നും അവർ വരുത്തിയിട്ടുമില്ല. ഇപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ വരുമ്പം കാണാൻ വേണ്ട സൗകര്യങ്ങൾ മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞത്. വെള്ളിയാഴ്ചകളിലെല്ലാം നല്ല തിരക്കുമായിരിക്കും. പിന്നെ ഉത്സവം എന്ന് പറഞ്ഞ സംഭവം ഉത്സവം നടക്കുന്നത് ജനുവരി 14-നാണ്, മകരവിളക്കിൻ്റെ അന്ന്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. വേറെ പ്രകൃതിക്ക് മോശം വരുത്താത്തതുകൊണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ ഇവിടെ ഫോട്ടോ എടുക്കുന്നത് കുറച്ച് ശരിയാണ്. നമ്മൾ അനാവശ്യമായിട്ട് കയറി ഫോട്ടോ അവർക്ക് അതിൻ്റെ ആചാരങ്ങളും മര്യാദകളും തെറ്റിച്ച് ഒരിക്കലും നമ്മൾ ഫോട്ടോ എടുക്കില്ല. നമ്മളവിടെ ഒരു ജ്യോതിഷം എന്ന് പറഞ്ഞ ആളോടും പിന്നെ അവിടെ പൂജ ചെയ്യുന്ന ഒരു ചങ്ങനാശ്ശേരിക്കാരനും ശാന്തിക്കാരനുണ്ട്, അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഈ പകർത്തേക്കണ വീഡിയോ പകർത്തേക്കണം കേട്ടോ. കാരണം വെച്ചാൽ നാളെ നമ്മൾ ഒരു കാരണം വെച്ചാൽ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ അയ്യോ അത് അങ്ങനെ ആയിരുന്നു, അവർ നമ്മളോട് പറഞ്ഞു അങ്ങനെയാണ്, അവിടെ കയറി ഫോട്ടോ എടുക്കുന്നു, ഇവിടെ കയറി ഫോട്ടോ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഫോട്ടോ എടുക്കാറുടെ നിവൃത്തികേട് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ കുറച്ചൊക്കെ അനുവദിച്ച് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു. ഏത് രൂപത്തിലാണ് എന്താണ് ഉത്തരവെന്നൊന്നും നമുക്കറിയത്തില്ല.
അതിനെപ്പറ്റി ഒന്നും നമുക്കൊരു കവലയില്ല. നമുക്ക് ഇത്രയും അനുവാദം തന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇനി നിങ്ങളെല്ലാവരും വന്ന് കാണുക, ഏതെങ്കിലും ആൾക്കാർ യാത്ര ചെയ്യുന്ന വഴി കാണുക. വേണ്ടല്ലോ, എവിടെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും ഉണ്ട് കേട്ടോ. പഞ്ചതീർത്ഥ പരാശക്തി എന്ന് പറഞ്ഞ് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഗൂഗിൾ അവിടെ കൊണ്ട് കാണിക്കും. അത്യാവശ്യം നല്ല വെയിലാണ്. പിന്നെ ചുറ്റും പൈനാപ്പിളും ഇതിൻ്റെ ഈ ചുറ്റോട്ടത്തിൽ റീപ്ലാന്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ചെറിയ റബ്ബറും നല്ല പൊട്ടിയെന്ന് വെച്ചാൽ പൊട്ടിയുള്ള റോഡാണ്. ആ എസ്റ്റേറ്റിനകത്തോട്ടങ്ങനെ ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് വിവരം അന്വേഷിക്കാനും പോയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചതീർത്ഥ പരാശക്തി കോവിൽ കഴിഞ്ഞ് അവിടുത്തെ ദർശനവും കഴിഞ്ഞ് എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് യാത്ര കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.